ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ആഫ്രിക്കൻ ഫിഷ് ഫ്രൈ ആണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയക്കോറയാണ്, കിങ് ഫിഷ്. അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് മസാലകൾ, ഇതിലധികം മസാല ഒന്നും ഉണ്ടാവില്ല. ചെറുനാരങ്ങ ഒരെണ്ണം, 1 സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, കടലമാവ്. ഓക്കെ, ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ഈ കല്ലിലിട്ട് കൊണ്ടാണ് മസാല തയ്യാറാക്കുക. മസാല എന്ന് പറയണ ഒന്നുമില്ല. വെളുത്തുള്ളി, ചെറുനാരങ്ങ. ഈ വെളുത്തുള്ളി ചതച്ചതിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഇട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഈ കുരുമുളകും ചേർത്ത് കൊടുക്കും. ഇത്രേ മസാല ഉള്ളൂ ഇതിന്, പ്രത്യേകിച്ച് മസാലകളൊന്നുമില്ല. ഓക്കെ, അവരധികം മസാല ഒന്നും യൂസ് ചെയ്യില്ല നമ്മളുടെ മാതിരി. ഇനി ഇത് മത്സ്യത്തിൽ തേച്ച് പിടിപ്പിക്കും. ഇത് മീനിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും ഈ മസാലകൾ. എല്ലാ പീസിലും മസാല അങ്ങനെ തേച്ച് പിടിപ്പിക്കും. അങ്ങനെ മസാലകൾ തേച്ച് പിടിപ്പിച്ച മത്സ്യം ഈ ബേസിൻ ഇത് കടലമാവിൽ ഒന്നിങ്ങനെ ടച്ച് ചെയ്യും. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കും. അട്ടിക്കിട്ട് വെക്കരുത്, അങ്ങനെ വേറെ വേറെ വെക്കണം. അപ്പോൾ അതങ്ങനെ കടലമാവിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില നമ്മളുടെ നാടൻ മല്ലിയിലല്ല, ആഫ്രിക്കൻ മല്ലിയിലയാണ്. അത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫിഷ് വെച്ച് കൊടുക്കും. ഇത് ലോ ഫയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാൻ ചൂടാക്കി മീൻ വെച്ച് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പുറം കഴിഞ്ഞപ്പോൾ മറ്റു പുറം ലോ ഫയറിലാണ്. കുറച്ച് ഫ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ ഓവർ ഫ്രൈ ആക്കില്ല അത്. നമ്മുടെ മത്സ്യം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് പാനിൽ നിന്ന് എടുക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയതിൻ്റെ ശേഷം എങ്ങനെയുണ്ട് അതിൻ്റെ ഗുണനിലവാരം ടേസ്റ്റ് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.